ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ചയോഗ സാധന എന്ന പരമ്പരയിലാണ് നമ്മൾ ഒരു 2-3 ദിവസം മുമ്പ് തുടങ്ങിയത്. ഇതൊക്കെ ചില യാത്രകളിലായതുകൊണ്ട് വേറൊരു പരമ്പരയുടെ ഇടയിൽ ഗയ്യ പറയുന്നു എന്നുള്ള പരമ്പരയിലൂടെ നമ്മൾ കയറിപ്പോകുന്നുണ്ട്. ഇക്ബാൽ അത് രസകരമായി കൊണ്ടുപോകുന്നുണ്ട്. വീണ്ടും നമ്മൾ ചയോഗ സാധനയുടെ പരമ്പരയിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പ്രാക്ടീസ് ആയിട്ടുള്ള പ്രാണധ്യാനം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. പ്രാണധ്യാനത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഇവിടെ എങ്ങനെയാണ്: പ്രാണധ്യാനം ചാനൽസ് യൂണിവേഴ്സൽ എനർജി ടു അബ്ഡോമിനൽ ചക്രാസ് വയ ബ്രീത്ത്. പ്രാണധ്യാനം എന്നത് ശ്വാസത്തിലൂടെ കടന്നു വരുന്ന പ്രപഞ്ച ചലനശക്തിയെ ഉദരചക്രങ്ങളിലേക്ക് സങ്കല്പ അനുഭൂതി കർമ്മങ്ങളാൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ചയോഗ സാധനയാണ്. ഇരുന്നുകൊണ്ടാണ് സാധാരണയായി ഈ സാധന ചെയ്യാറുള്ളത്. എന്നാൽ നിന്നുകൊണ്ടും ചെയ്യുന്ന മുറകളുണ്ട്. മൂക്കിനു പകരം തൊണ്ട കണ്ട് ശ്വാസത്തെ സ്വീകരിച്ച് അതിലെ ഊർജത്തെ ഉദരത്തിലേക്ക് നിറയ്ക്കുന്ന പ്രക്രിയയാണ് ഇതിലെ ആദ്യപടി. ശ്രദ്ധാനുഭവങ്ങൾ ഉദരത്തിലേക്ക് കേന്ദ്രീകരിച്ച് അവിടേക്ക് ഊർജം നിറയുന്നതായി സങ്കല്പിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയ ചെയ്യേണ്ടത്. സ്ഥിരസാധന കൊണ്ട് പതിയെ ഈ സങ്കല്പം അനുഭവമായി മാറുന്നത് അറിയാൻ കഴിയും. ഉദരത്തിൽ നിറയുന്ന ഊർജമണ്ഡലത്തിന് സമാന്തരമായി ഇരുകരങ്ങളും കൊണ്ട് ഉദരകുംഭത്തിന് മുകളിൽ ഒരു കവചം തീർത്ത് അതിനെ കാർമ്മികമായി അറിയുകയാണ് അടുത്ത പടി. ഉദരകുംഭം ചലിക്കുന്നതിനനുസരിച്ച് നാം അനുഭവിക്കുന്ന ഊർജ നിറവിന് സമാന്തരമായി കൈകൾ ചലിപ്പിക്കുകയാണ് തുടർന്നു വേണ്ടത്. ആദ്യം സങ്കല്പത്തിൽ മാത്രമുണ്ടാകുന്ന ഈ ഊർജ ചലനം കാലങ്ങൾ കഴിയുമ്പോൾ ആനുഭൂതിക ചലനങ്ങളാകുന്നത് അറിയാൻ കഴിയും. ഉദരത്തിനെ കേന്ദ്രീകരിച്ച് പരിശീലിച്ച് പ്രാവീണ്യം നേടിക്കഴിയുമ്പോൾ ലൗകിക ജീവിതത്തിന് ആധാരമാകുന്ന ഉദരത്തിലെ 3 ഊർജ ചക്രങ്ങളെ ഓരോന്നായി കേന്ദ്രീകരിച്ച് ചെയ്ത് ഉണർത്താൻ സാധിക്കും. ഇതാണ് പ്രാണസാധനയെ കുറിച്ച് നമ്മൾ പറയുന്നത്. പ്രാണസാധന എന്നുള്ള ഒരു പ്രക്രിയ നമ്മൾ ചയോഗ സാധനയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഒളിമ്പസിന്റെ അടിസ്ഥാന സാധനയായിട്ടുള്ള സിദ്ധവിദ്യയുണ്ടല്ലോ. സിദ്ധവിദ്യയിലെ പ്രാണവിദ്യയിലേക്ക്, പ്രാണ ആയാമത്തിലേക്ക് ഒരുവനെ ഉയർത്തി എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതൊരു മുഴുവൻ പരിശീലനമാണ് എന്നുള്ളതെന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രാരംഭ പരിശീലനമാണ്. പ്രാണൻ എന്നുള്ള ആ ഒരു അനുഭൂതിയെ, ഒരു പ്രതിഭാസത്തെ നമുക്ക് കൈകാര്യക്ഷമമാക്കി മാറ്റുക, പ്രാണനുമായി ഇടപെട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ പ്രാണധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉദരപ്രദേശത്തുള്ള ഊർജ കേന്ദ്രങ്ങളായ, അതിനെ സാധാരണ ചക്രങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഉദരപ്രദേശത്തുള്ള ഊർജ കേന്ദ്രങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, ഈ സിദ്ധവിദ്യ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യസിദ്ധി, ജ്ഞാനസിദ്ധി, മോക്ഷസിദ്ധി എന്നുള്ള 3 കാര്യങ്ങളാണ്. അപ്പൊ അതിൽ കാര്യസിദ്ധിയുടെ ഘട്ടത്തിലേക്ക് കടക്കാനായിട്ടാണ് നമ്മൾ ആദ്യം പരിശീലിക്കുന്നത്. അതല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷെ അതിലൂടെ വേണം നമുക്ക് യാത്ര തുടങ്ങുവാൻ. അപ്പോ ഈ പ്രാണധ്യാനത്തിലെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. പ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയാണ്. യൂണിവേഴ്സൽ ഡൈനാമിസം എന്ന് പറയും. നമ്മൾ ഒരു ബാറ്ററിയിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പോലെ ബോധം തീർത്ത ഒരു ചലനാത്മകതയാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ഇത് നമ്മിലേക്ക് കടന്നു വരുന്നത്, നമ്മിലും ഇത് ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മിലേക്ക് ഇത് നിരന്തരമായി പ്രപഞ്ചത്തിൽ നിന്ന് കടന്നു വരുന്നത് ശ്വാസത്തിലൂടെയാണ്. അപ്പോ പ്രാണധ്യാനം എന്നത് ശ്വാസത്തിലൂടെ കടന്നു വരുന്ന പ്രപഞ്ച ചലന ശക്തിയെ ഉദരചക്രങ്ങളിലേക്ക് സങ്കല്പ അനുഭൂതി കർമ്മങ്ങളാൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ചയോഗ സാധനയാണ്. ഈ സങ്കല്പ അനുഭൂതി കർമ്മങ്ങൾ എന്താണ്? ഈ 3 നമ്മൾ ഏത് രൂപീകരണത്തിന്റെയും, പ്രപഞ്ചത്തിലെ ഏത് രൂപീകരണത്തിന്റെയും മുന്നിൽ ആദ്യമേ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചുള്ള സങ്കല്പനമാണ്, ഭാവനയാണ്. അതിങ്ങനെയാണ് പ്രവർത്തിക്കുക, ഇന്നതാണത് എന്നതിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. ആ സങ്കല്പമാണ് ആദ്യമേ ഉണ്ടാകേണ്ടത്. സങ്കല്പത്തിലൂടെ തുടർന്നു പോയാൽ ഒരു ജൈവമണ്ഡലത്തിൽ അതൊരു അനുഭൂതിയായി മാറും.
അനുഭൂതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതമാകുന്നത്, അതായത് രൂപീകരിക്കുന്നതിന്റെ അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടതിന്റെ അല്ലെങ്കിൽ രൂപമായി നിൽക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ ഭൂതമായി നിൽക്കുന്നതിന്റെ അതിനെ തുടർന്നുണ്ടാകുന്നതാണ് അനുഭൂതി എന്ന് പറയുന്നത്. അപ്പോ ഭൂതമാകുന്നതിന് മുമ്പുമാകാം, അത് രൂപീകരിക്കുന്നതിന് മുമ്പാകാം, രൂപീകരണം നടക്കുന്ന സമയത്താകാം, അതിനെ നമ്മൾ അനുഭവിക്കുന്നതാണ് അനുഭൂതി എന്ന് പറയുന്നത്. അപ്പൊ ഭൂതമാകുന്നതിനെ പിന്തുടരുന്നത്, ഭൂതമാകുന്നത് എന്താണെന്നും നമുക്ക് ചിലപ്പോൾ കണ്ടോ അനുഭവിച്ചോ അറിയണമെന്നില്ല, പക്ഷെ അത് ഉണ്ടെന്ന് നമ്മൾ അറിയാൻ തുടങ്ങും, ബോധം കൊണ്ട് അറിയാൻ തുടങ്ങും. അതാണ് അനുഭൂതി എന്ന് പറയുന്നത്. അപ്പോ സങ്കല്പത്തിൽ ആദ്യം കരുതുന്നു, ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുന്നു. 2, അത് ഭൂതമാകുന്നതിനെ അനുഭവിക്കുന്നു. പിന്നീട് അത് കർമ്മമായി മാറുന്നു, പ്രവർത്തനമായിട്ട് മാറുന്നു. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമ്മുടെ ഉദരചക്രങ്ങളിലേക്ക് ഈ പ്രാണ ശക്തിയെ, പ്രാണൻ നമുക്ക് പകർന്നു തരുന്ന ചലനാത്മക ശക്തിയെ സന്നിവേശിക്കുന്ന പ്രക്രിയയാണ് ഈ ചയോഗ സാധനയിലുള്ളത്. സാധാരണ നമ്മൾ ഇരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുക, പക്ഷെ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രക്രിയകളുണ്ട് നമുക്ക്. അത് നമ്മളിപ്പോ ഇവിടെ അത് ഡീല് ചെയ്യുന്നില്ല, നമ്മൾ തുടർന്നുള്ള പരിശീലനങ്ങളിൽ അത് വരുന്നുണ്ട്. അപ്പോ സാധാരണ രീതിയിൽ നമ്മൾ ശ്വസിക്കുക എന്നുള്ളത് മൂക്കുകൊണ്ടാണ്, അല്ലെ? മൂക്കെന്നുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട്, അവയവം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ മൂക്ക് കണ്ട് നമ്മളത് ചെയ്യുന്ന സമയത്ത് മൂക്കിലാണ് നമ്മുടെ ശ്രദ്ധ. ശ്വാസം വലിക്കാൻ ഒരാളോട് പറഞ്ഞാൽ അയാൾ മൂക്കിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് ശ്വാസത്തെ വലിച്ചെടുക്കുക. അപ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നാസാരന്ധ്രങ്ങൾ ഉണ്ടല്ലോ, നാസാരന്ധ്രങ്ങളിലുള്ള ഈ മുകുളങ്ങൾ, ഗന്ധമുകുളങ്ങൾ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആകുന്ന സമയത്ത് ആ വായുവിലൂടെ അകത്തേക്ക് വരുന്നത് എന്തെല്ലാമാണ്, ആ പരിസരത്ത് എന്തെല്ലാമാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടാകും. അതിന്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ പ്രാണൻ എന്നുള്ള ആ ഒരു അവസ്ഥയെ, പ്രാണചാലനത്തെ കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. അത് ശരീരമെങ്കും വ്യാപിക്കുന്നൊരവസ്ഥയെ അറിയാൻ കഴിയില്ല. അത് ഇന്ദ്രിയങ്ങളെ ഉണർത്തുകയാണ് ചെയ്യുക. ഇന്ദ്രിയത്തെ ഉണർത്താതെ പ്രാണനെ അകത്തേക്ക് കയറ്റുന്ന വിദ്യ എന്ന് പറയുന്നത് നാസാരന്ധ്രങ്ങൾക്ക് പകരം തൊണ്ട വഴി വായുവിനെ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കോട്ടുവായി ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രക്രിയയിലൂടെ പോവാറുണ്ട്. നമ്മൾ നാസാരന്ധ്രങ്ങളിലൂടെ ആണ് കാറ്റ് പോവുക എങ്കിൽ പോലും വായിലൂടെ, തൊണ്ടയിലൂടെ നമ്മൾ ആ ശ്വാസം മുന്നോട്ട് പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളിപ്പോ വേണമെങ്കിൽ ഒന്ന് കോട്ടുവായിട്ട് നോക്കിക്കോളൂ. കോട്ടുവായിടുന്ന സമയത്ത് നമ്മൾ ശ്വാസം തൊണ്ട വഴി, തൊണ്ടയ്ക്ക് പ്രാധാന്യം നൽകി, തൊണ്ടയെ ഫോക്കസ് ചെയ്ത് തൊണ്ടയ്ക്ക് സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കോട്ടുവായിടുക. ആ സമയത്ത് ഈ സ്മെൽ ബഡ്സ് കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല, അല്ലെ? സ്മെൽ ബഡ്സിലേക്ക് ഫോക്കസ് പോകുന്നില്ല, നമ്മുടെ ചൈതന്യം അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമില്ലാതെ വായു അകത്തേക്ക് കയറുകയും ശരീരത്തിന് വേണ്ടുന്ന കൂടുതൽ ഊർജത്തെ, പ്രപഞ്ചചാലക ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. അപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ശ്വാസം പോകുന്നത് എവിടേക്കാണ്? ശ്വാസകോശത്തിലേക്കാണ്. ശ്വാസകോശത്തിലേക്കാണ് അത് പോകുന്നതെങ്കിലും ശ്വാസം എന്നുള്ള കാരിയർ, പ്രാണൻ എന്നുള്ള ചലനാത്മക ശക്തിയെ നാഡികളിലേക്ക് നിറച്ച് അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ പാകത്തിലാണ് ശരീരത്തിന്റെ നാഡീ വിതരണക്രമം. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ, നമ്മുടെ ശ്രദ്ധ, ചൈതന്യം എവിടേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുന്നുവോ അവിടേക്കാണ് ഊർജ വിതരണം ആദ്യം തന്നെ നടക്കുക. അപ്പോ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ ആ ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ തൊണ്ടയെ ആധാരമാക്കി ശ്വാസം എടുത്ത് അത് ശ്വാസകോശത്തിലേക്ക് നിറയുമ്പോൾ ഊർജം ശ്വാസകോശത്തിൽ നിന്നും ഏതു ഭാഗമാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടേക്ക് ഒഴുകിയെത്തും. അപ്പോൾ മൂക്കിന് പകരം തൊണ്ട കൊണ്ട് ശ്വാസത്തെ സ്വീകരിച്ച് അതിലെ ഊർജത്തെ ഉദരത്തിലേക്ക് നിറയ്ക്കുന്ന പ്രക്രിയയാണ് ഇതിലെ ആദ്യപടി. അപ്പോൾ ഇവിടെ നമ്മൾ ഉദരത്തെ ഒരൊറ്റ ഓർഗനായിട്ട് എടുക്കുന്നു, ഒരൊറ്റ അവയവമായിട്ട്, ഒറ്റ സത്തയായിട്ട് എടുക്കുന്നു. ആ ഉദരത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശം വികസിക്കുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം പതുക്കെ താഴത്തേക്ക് വരും, കുടലുകൾ താഴത്തേക്ക് വരും, വൻകുടല് ഒക്കെ അവിടെ സ്പേസ് കുറവാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് താഴത്തേക്ക് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് പുറത്തേക്ക് ഇങ്ങനെ വികസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ജൈവമായിട്ടുള്ള ശ്വാസം ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഉദരം വെളിയിലേക്ക് വരും, ശ്വാസം വെളിയിലേക്ക് വിടുന്ന സമയത്ത് ഉദരം അകത്തേക്ക് പോകും. പക്ഷെ തെറ്റായ രീതിയിൽ അത് പരിശീലിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗവും. അതിന് കാരണം
ചെറിയ കാലത്ത്, വളരെ ചെറിയ കാലത്ത് നമ്മൾ ആദ്യമായിട്ട് കുക്ക് ഫുഡ് വായിലേക്ക് ഇടുന്ന സമയത്ത് ശരീരത്തിന്റെ പ്രവർത്തന സംവിധാനം താറുമാറാകും. ആ താറുമാറാകുന്ന സമയത്ത് ശരീരം അതിന്റെ സ്വാഭാവിക പ്രവർത്തനമായിട്ടുള്ള ശ്വാസത്തെ നിവർത്തിക്കാൻ ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ടുന്ന സമയത്ത് ശ്വാസമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ബുദ്ധിമുട്ടുന്ന സമയത്ത് ശരീരപേശികളെ മുറുക്കി പിടിച്ചുകൊണ്ടാണ് ശ്വാസത്തെ സ്വീകരിക്കാൻ അപ്പോൾ ശ്രമിക്കുക. അങ്ങനെ മുറുക്കി പിടിക്കുന്ന സമയത്ത് ഉദര പേശികൾ വലിഞ്ഞു മുറുകും. ആ സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ആ പേശികളുടെ വലിയ മുറുക്കത്തിന്റെ ഭാഗമായിട്ട് ഉദരം അകത്തേക്ക് പോവുകയും ശ്വാസം പരിമിതമായി അകത്തേക്ക് കയറുക മാത്രം ചെയ്യുകയും ചെയ്യും. ഈ രീതിയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു കുഞ്ഞു കരയുന്ന സമയത്ത് അതിന്റെ ഉദരം ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ കുക്ക് ഫുഡൊക്കെ കടുത്ത് ഈ 28 കെട്ടുക അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് കൃത്യമായിട്ട് ഈ കുക്ക് ഫുഡ് കൊടുത്ത് ശീലിക്കുന്ന സമയത്ത് ഉദരത്തിലേക്കുള്ള ആ ഒരു എന്താ പറയാ, ഉദരത്തിന്റെ പ്രവർത്തനം ശ്വാസകോശം പ്രവർത്തിക്കുന്നതിന് നേരെ എതിർദിശയിലായി തീരാനാണ് സാധ്യത. അതിനെ നമ്മൾ പുനരാവിഷ്കരിക്കുന്നതാണ് ഇവിടെ. അതിനെ നമ്മൾ കൃത്യമായിട്ട് തിരുത്തിയെടുക്കുന്നതാണ് ഇവിടെ. ശ്വാസം അകത്തേക്ക് പോകുന്ന സമയത്ത് ഉദരം വെളിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് ഊർജം അകത്തേക്ക് കയറുമ്പോഴെല്ലാം തന്നെ ഉദരം മുഴുവൻ ഊർജം നിറയുന്നതായി സങ്കല്പിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അപ്പൊ ഇത് സങ്കല്പം ആയിട്ടാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് അത് അനുഭവമാവും. ഊർജം നിറയുന്നത് നമുക്ക് അനുഭവമാവും, അനുഭൂതിയാവും. പിന്നെ അത് പിന്നെ കർമ്മമായി മാറും. അവിടേക്ക് ഊർജം ഒഴുകിയെത്തും. കാരണം നമ്മുടെ ചൈതന്യ കേന്ദ്രം അവിടേക്കാണ് ഉണ്ടാവുന്നത്. നമ്മൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നു അവിടേക്കാണ് ഊർജ പ്രവാഹം ഉണ്ടാവുക. സ്ഥിര സാധന നമ്മൾ ചെയ്യുന്ന സമയത്ത് പതിയെ ഈ സങ്കല്പം അനുഭവമായി മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് ഒരിക്കൽ ചെയ്തത് കൊണ്ടൊന്നും ആവില്ല. ആവർത്തിച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഈ സങ്കല്പം എന്നുള്ളത് അനുഭവമായി മാറുന്നത് അറിയാൻ കഴിയും. ഉദരത്തിൽ നിറയുന്ന ഊർജ്ജമണ്ഡലത്തിന് സമാന്തരമായിട്ട് കൈകളും കൊണ്ട് ഉദരകുംഭത്തിന് മുകളിൽ ഒരു കവചം തീർത്ത് അതിനെ കാർമ്മികമായി അറിയുകയാണ് അടുത്ത പടി. അപ്പൊ നമ്മൾ ഈ ശ്വാസത്തെ എടുക്കുന്ന സമയത്ത് ഉദരം വീർക്കും, സ്വാഭാവികം. അപ്പോ അവിടെ ഊർജം അവിടെ നിറയുന്നതായി നമ്മൾ സങ്കല്പിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിനെ ആനുഭൂതികമായി അറിയാൻ വേണ്ടി ചെയ്യുന്നത്. ഈ സമയത്ത് ഇതിനെ കാർമ്മികമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഉദരകുംഭത്തിന് വയറിൽ മുട്ടിക്കാതെ കൈകൾ ഇങ്ങനെ പതുക്കെ ഉദരത്തിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശ്വാസം നിറയുന്നതിനനുസരിച്ച് പതുക്കെ കൈകൾ വികസിപ്പിക്കുക. ശ്വാസം വിടുന്നതിനനുസരിച്ച് പതുക്കെ കൈകൾ ചെറുതാക്കി കൊണ്ടുവരിക. വീണ്ടും ശ്വാസത്തെ വലുതാക്കുക, ചെറുതാക്കുക. കൈകൾ ഇങ്ങനെ ഈ ഉദരത്തിന്റെ ചലനത്തിനനുസരിച്ച് വലുതാവുകയും ചെറുതാവുകയും ചെയ്യട്ടെ. തുടക്കത്തിൽ ഇത് ഒരു യാന്ത്രിക ചലനം മാത്രമായിരിക്കും. അതിന്റെ അനുഭൂതിയെ നമുക്ക് അറിയാൻ കഴിയണമെന്നില്ല. പക്ഷെ പതിയെ ഊർജത്തിന്റെ നിറയൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങുന്നതിനനുസരിച്ച് ഊർജ നിറവിന് സമാന്തരമായി കൈകളുടെ ഈ എക്സ്പാൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരും. അത് നമ്മൾ എത്ര കാലം ചെയ്യുന്നു, എത്രത്തോളം ചെയ്യുന്നു, അതിനനുസരിച്ച് ഇത് ഉയർന്നു വരും. അപ്പോ ഉദരകുംഭം ചലിക്കുന്നതിനനുസരിച്ച് നാം അനുഭവിക്കുന്ന ഊർജ നിറവിന് സമാന്തരമായി കൈകൾ ചലിപ്പിക്കുകയാണ് തുടർന്ന് വേണ്ടത്. അത് ഇങ്ങനെ കൈകൾ ചലിപ്പിച്ച് ഇങ്ങനെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതാദ്യം സങ്കല്പത്തിൽ മാത്രമാണ് ഈ ഊർജ്ജചലനം ഉണ്ടാകുന്നതെങ്കിലും കാലങ്ങൾ കഴിയുമ്പോൾ ആനുഭൂതിക ചലനങ്ങളാകുന്നത് നമുക്ക് അറിയാൻ കഴിയും, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അധിക കാലമൊന്നും വേണ്ട. താളാത്മകരാണെങ്കിൽ അവര് ചുരുങ്ങിയ കാലം കൊണ്ട് അത് അവര് സിദ്ധിക്കും. യൗക്തികരാണെങ്കിൽ കുറച്ച് കാലമെടുക്കുന്നു മാത്രം, അവിടെയും അറിയാൻ കഴിയും. ഇത് ഉദരത്തെ കേന്ദ്രീകരിച്ച് നമ്മളിങ്ങനെ ചെയ്തു പരിശീലിച്ച് ഒരു പ്രാവീണ്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇതിനെ നമുക്ക് 3 ചക്രങ്ങളിലാക്കിയിട്ട് മൂലാധാരത്തിലേക്ക്, സ്വാധിഷ്ഠാനത്തിലേക്ക്, മണിപൂരത്തിലേക്ക് നമുക്ക് ഇതിനെ വഴിതിരിക്കാൻ കഴിയും. അതിനെ പിന്നീട് മൂലാധാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അത് പരിശീലിച്ച് കുറെ നാൾ കഴിയുമ്പോൾ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ മൂലാധാരത്തിലേക്ക് നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈ പ്രാണനെ ഇങ്ങനെ വികസിപ്പിച്ച് ഊർജം അവിടെ എത്തി എന്ന് നമുക്ക് ബോധ്യമായല്ലോ. ആ ഊർജം അവിടെ നിറയുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ഊർജം എന്നുള്ളത് നമ്മുടെ ശ്രദ്ധാവസ്തുവായി മാറുന്നുണ്ട്. ആ നമ്മൾ നിറയുന്ന ആ പ്രാണചൈതന്യം എന്നുള്ള ശ്രദ്ധാവസ്തുവായിട്ട് മാറുന്നുണ്ട്. അതിനെ എങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം ഈ വികാസ സങ്കോചങ്ങൾ നമ്മുടെ കർമ്മത്തിന്റെ പരിധിയിൽ ഒതുങ്ങി വന്നല്ലോ, നമ്മുടെ കൈകളിൽ ഒതുങ്ങി വന്നല്ലോ. ഇനി അതിനെ താഴത്തേക്ക് കൊണ്ടുപോയിട്ട് മൂലാധാരത്തിലേക്ക് ശ്രദ്ധിപ്പിച്ച് വീണ്ടും അവിടെ നിന്ന് മൂലാധാരത്തിന്റെ അപാകങ്ങളെ ഉച്ഛ്വാസത്തിലൂടെ വെളിയിലേക്ക് കളഞ്ഞ് വീണ്ടും അതിനെ എടുത്ത്
വീണ്ടും വെളിയിലേക്ക് കളഞ്ഞ് ഇങ്ങനെ നമുക്ക് മൂലാധാരത്തെ ക്രമീകരിക്കാൻ കഴിയും. മൂലാധാരം ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് സ്വാധിഷ്ഠാനത്തിലേക്കും, അത് ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് മണിപൂരകത്തിലേക്കും നമുക്ക് വ്യാപിക്കാൻ കഴിയും. ഇതാണ് ഭൗതികമായി പ്രാണായാമത്തിന്റെ ഒരു പ്രവർത്തന ഘട്ടം. ഈ 3 ഘട്ടങ്ങൾ. അതിനുശേഷം വരുന്ന ആ ഘട്ടങ്ങളാണ് ആത്മീയ ഘട്ടം എന്നുള്ളത്. ഞാൻ ഒക്കെ ഈ ഭൗതികമായി ചെയ്യുന്നതൊക്കെ ആദ്യകാലത്ത് വെച്ചാൽ 10-35 കൊല്ലം മുമ്പ് ചെയ്ത് വിട്ടതാണ്. അതിനെ പിന്നീട് ശ്രദ്ധിക്കാതെ ഈ ആത്മീയമായ ആ ഒരു തലത്തിൽ മാത്രം ഉണർന്നപ്പോൾ ഉണ്ടായ അപാകങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാലങ്ങൾ നമ്മൾ എത്ര പരിശീലനം നേടിയാലും ശരി, തുടർന്നും അത് ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് നിർത്തരുത്. ഇത് ഏത് കാലത്തും ചെയ്യാനുള്ള ഒരു പരിശീലനം. പ്രാണായാമത്തിന്റെ യഥാർത്ഥ തലങ്ങളിലേക്ക് കടക്കുമ്പോഴും പ്രാഥമികമായി ഇത് ഈ പ്രാഥമിക പരിശീലനം എന്നുള്ള രീതിയിൽ പ്രാണധ്യാനം ചെയ്യുക ആവശ്യമാണ്. അപ്പോ പ്രാണധ്യാനം എന്ന് പറയുന്നത് പ്രപഞ്ച ചലനാത്മകതയെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ച് അത് ഉദരത്തിലൂടെ നിറച്ച് അവിടെ സങ്കല്പാനുഭൂതി കർമ്മങ്ങളാൽ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ചയോഗ സാധനയാണ്. ഇത് ഇരുന്നു കൊണ്ടാണ് ചെയ്യുക, നിന്നുകൊണ്ടും ചെയ്യാം. അതിന് കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മണ്ഡലങ്ങളിൽ നമ്മൾ ആ കൈക്ക് ഉദരമണ്ഡലത്തിന് സമാന്തരമായിട്ട് കൈകൾ വെച്ച് ചലിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുക. അവിടെ ശ്രദ്ധയുണ്ടാവണം, പ്രാണന്റെ ഗതി ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തില് കാര്യമായ പരിവർത്തനങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിദ്ധവിദ്യ നമുക്ക് അല്ലെങ്കിൽ ഏത് സാധനയും നമുക്ക് സമ്മാനിക്കുന്ന കാര്യസിദ്ധി, ജ്ഞാനസിദ്ധി, മോക്ഷസിദ്ധി എന്നുള്ളതിലെ കാര്യസിദ്ധി എന്നുള്ളത്, അതായത് ജീവിതത്തിന്റെ ലൗകിക ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഭൗതിക ഘടകങ്ങൾ, ഭൗതിക വസ്തുക്കൾ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങുന്നതിനുള്ള ഒരു പശ്ചാത്തലം നമുക്കുണ്ടായി വരും. അവിടെ സർവൈവൽ, ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന 3 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. അതിനുവേണ്ടിയുള്ള പ്രാഥമിക പരിശീലനമാണ് പ്രാണധ്യാനം. അത് ചെയ്യുക എന്നുള്ളതാണ് ഈ ചയോഗ സാധനയുടെ 2ാം ഘട്ടം. ഇത് പരിശീലിച്ച് ബോധ്യമാവുക. എപ്പോഴും നിങ്ങൾക്ക് ആ ശ്രദ്ധയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.